ഇവളെന്തോ നീ കാണിച്ചോണ്ടിരിക്കുന്നത്? അവിടെ എന്തോന്നാടി കിഴങ്ങ് പുടിങ്ങി വെച്ചിരിക്കുന്ന? ചേച്ചി കഴിഞ്ഞതാ ഈ പാത്രത്തിലുള്ളത്. എന്നാ പോയി പണിയെടുക്കണേ. ചേച്ചി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് വെള്ളം തിളച്ചോണ്ടിരിക്കുന്ന. ഇനി പച്ചക്കറികളൊക്കെ അങ്ങോട്ട് ഇട്ടയച്ചാ മതി. എന്റെ പൊന്നു ബിന്ദു, നീ ഒരു കാര്യം ആലോചിക്കണം. നാളെ എന്റെ ഒരേ ഒരു മോടെ കല്യാണം. അച്ഛനില്ലാതെ ഞാൻ വളർത്തിയ കുഞ്ഞ. പോയി കറി ഉണ്ടാക്കണേ. ഞാൻ കറി ഉണ്ടാക്കിയ അച്ഛനെ കിട്ടുമോ? നീ എന്റെ കയ്യും കാലും പിടിച്ചിട്ടാ ഈ സദ്യയുടെ ഓർഡർ എടുത്തത്. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, നശിപ്പിക്കരുത്. എന്റെ ചേച്ചി 1000 പേർക്കെന്നല്ല 2000 പേർക്കുള്ള സദ്യ വരെ ഈ ബിന്ദു ഉണ്ടാക്കും. ചേച്ചി കണ്ടോ? അത് മതി. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തടി? അതായത് ആശ നീ കലവറയിലേക്ക് വരൂല. ആശ വരത്തില്ലയോ? ചേച്ചി എന്തിനാ അതിന് ഞെട്ടുന്നത്? ആശാൻ ഇല്ലെങ്കിൽ എന്താ, ആശാന്റെ ശിഷ്യം വരുമല്ലോ. അതാര്? റെജിയണ്ണൻ. റെജിയോ? ആ, റെജിയണ്ണനെ അങ്ങ് ദുബായി പോയി ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു വരുന്ന ആളാ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. പിന്നെ റെജിയണ്ണ ഒരു കാര്യമുണ്ട്. റെജിയണ്ണ ഒരു 3-4 ഫോണായിട്ട് ഒരു വരവ് ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പടപടാന്ന് അങ്ങ് കോർഡിനേറ്റ് ചെയ്യൂലേ. ഈ 3-4 ഫോണും കൊണ്ട് വന്നിട്ടേ ഇവിടുത്തെ പണിയൊക്കെ പിന്നെ ആരെടുക്കാനാ? ചേച്ചിക്ക് ഒന്നും അറിഞ്ഞൂടായിട്ടാ. ഈ റെജിയണ്ണ ഈ 3-4 ഫോണും വെച്ചിട്ടാണ് ഇവിടുത്തെ പണി മൊത്തം എടുക്കുന്നത്. ആണല്ലേ? പിന്നല്ല. എനിക്ക് വയ്യ. റെജിയണ്ണൻ ചേച്ചിക്ക് മനസ്സിലായില്ലേ? ശരി, തുടങ്ങാ. അല്ല, പാചകം തുടങ്ങാന്ന്. ഇതാണ് ഇവിടുത്തെ കല്യാണ പെണ്ണിന്റെ ഒരേ ഒരു അമ്മ. ഇത് ഞാൻ കറക്റ്റ് ചെയ്യും. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുമെന്ന്. കല്യാണ പെണ്ണിന്റെ അമ്മയാണോ? കണ്ട കല്യാണ പെണ്ണെന്നേ പറയൂ. എനിക്ക് വയ്യ. വയ്യെങ്കി അവിടെ ഞാനും പോയിക്കടാ. അല്ല, ഞങ്ങൾ കാര്യങ്ങളൊക്കെ. ഒരു മിനിറ്റ്, എന്തിനാ വിളിച്ചത്? നമ്മുടെ രവിയാശൻ ചതിച്ചാ. ഇവിടുന്ന് അഡ്വാൻസ് കിട്ടിയ പൈസ കൊണ്ട് അയാൾ ആ ഹെൽപ്പിന് വന്ന രമ്യല്ലേ, അവളെയും കൊണ്ട് മൂന്നാറിലേക്ക് മുങ്ങി. മൂന്നാറിലേക്ക് മുങ്ങിയോ? അന്ന് ആ ബാത്റൂമിന്റെ സൈഡിൽ ഇരുന്ന് രണ്ടും കൂടി മുരിങ്ങയ്ക്ക് അരിഞ്ഞപ്പോഴേ എനിക്കറിയാം ഇത് മൂന്നാറിലേ പോയി പൊങ്ങുന്നു. ചേച്ചി ഇവള് വല്ലതും ചെയ്തായിരുന്നു ചേച്ചി ഇവിടെ? എടാ, അവള് എപ്പോഴേ വന്ന, നീ ഇപ്പഴാണോ വരുന്നേ? അതായത് അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിടത്തില്ലേ ചേച്ചി? അതെന്ത്? അച്ഛൻ പറയണത് അച്ഛന്റെ ജോലി ഫോളോ ചെയ്താൽ മതിയെന്ന്. നിന്റെ അച്ഛൻ എന്തോന്ന് ജോലി? പിയൂൺ തങ്കപ്പൻ. അച്ഛൻ റിട്ടയർഡ് ആയോ? ഇല്ല, ഇപ്പോഴും പുള്ളി തന്നെ എന്റെ അച്ഛൻ. അതല്ല, അച്ഛൻ ജോലിന്ന് റിട്ടയർഡ് ആയോന്ന്. അച്ഛനൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ആര് വന്ന് സങ്കടം പറഞ്ഞാലും അങ്ങ് അലിയും. ഈ ഇടയ്ക്ക് ഒരു ആക്രിക്കാരൻ വന്ന് എന്തോ സങ്കടം പറഞ്ഞപ്പോ അച്ഛൻ പൈസ കൊടുത്തു, സ്വർണം കൊടുത്തു, സ്ഥലം കൊടുത്തു. എന്നിട്ട് എന്തോ ആയി അവസാനം? ഇപ്പൊ ആക്രിക്കാരനാണ് എറണാകുളത്ത് അറിയപ്പെടുന്ന കോടീശ്വരൻ. അപ്പൊ നിന്റെ അച്ഛനോ? അച്ഛനാണ് ഇപ്പൊ എറണാകുളത്ത് അറിയപ്പെടുന്ന ആക്രിക്കടക്കാരൻ. ഈ കാണുന്ന പൊളപ്പ് മാത്രമേ ഉള്ളൂ, വീടൊന്നും ഇല്ല. ഈ വീടെന്ന് പറഞ്ഞ മേൽക്കൂരൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുക. സത്യം അഴിച്ചേ. പക്ഷെ ഞാനും അച്ഛനും തമ്മിൽ എത്ര വടക്കായാലും രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ, അച്ഛൻ, അമ്മ എല്ലാരും കൈകോർത്ത് വെച്ചാ കിടന്നുറങ്ങുന്നത്. അങ്ങനെ വേണം. നിങ്ങൾ എല്ലാരും നല്ല സ്നേഹത്തിലല്ലയോ? സ്നേഹമല്ല, മേൽക്കൂര ഇല്ലാന്ന് പറഞ്ഞില്ലേ? മഴവെള്ളം വീണ് കഴിഞ്ഞാൽ നാല് വഴിക്ക് ഒലിച്ചു പോകും. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ അച്ഛൻ ഫ്രണ്ട് വാതിൽ വഴി ഒലിച്ചു പോണു, പുറകെ അമ്മയും. പിള്ളേര് നീർക്കാക്കെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. ഞാനാ പോയി പറഞ്ഞ മക്കളെ അത് നീർക്കാക്കയല്ല, എന്റെ അച്ഛനെ അങ്ങ് തരണേന്ന്. ഇപ്പൊ ഈ വാട്സപ്പിൽ കുറെ ഇമോജി വരുത്തില്ലയോ? അത് ആ സമയത്ത് എന്റെ അച്ഛനെ കണ്ട് ഉണ്ടാക്കിയതാണ്ട. നമുക്ക് സംഭവമൊക്കെ നോക്കണ്ടേ? കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അതെ, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ദൈവ സത്യം പറ, ഞാനൊന്നും കഴിച്ചില്ല. അയ്യോ, എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ തുടങ്ങിയാ മതി. ചേച്ചി, എനിക്ക് ഇവിടുത്തെ ജോലിയാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിനെ പറ്റി ആലോചിക്കുക തന്നെ ഉള്ളൂ. പക്ഷേ റിജൻ അങ്ങനെയല്ല, എന്തെങ്കിലും ഇട്ട് കൊടുക്ക്. എന്റെ ചേച്ചി എവിടെയും കൊണ്ട് ഒരു ഞാൻ തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയി. പുലിക്ക് വെച്ചിരുന്ന ഇറച്ചി ഇവള് തോട്ടയ്ക്ക് വലിച്ചെടുത്തിട്ട് ലാമ്പിന് കത്തിച്ച് അവിടെ വെച്ച് ചുട്ടു നിന്ന്. എവള് പറഞ്ഞാട്ടെ എനിക്ക് ആർത്തിയെന്ന്. ചേച്ചിക്ക് അറിയാമോ, എവള് കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് ബസ് കയറി അറിഞ്ഞു കഴിഞ്ഞാൽ ആ പുലിയൊക്കെ എന്തോ കരച്ചില്ല. എന്തിനാ? 3 ദിവസം പട്ടിണിയല്ലേ, ഇറച്ചി എവളല്ലേ തിന്നുന്നത്? ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നോട് ഈഗോ. ഇടി ഈഗോടെ കൊടുമുടി. ചേച്ചിക്കറിയാമോ, വൈകുന്നേരം എവളുടെ നിഴലിന് എവളെക്കാട്ടി നീളം കൂടിയെന്ന് പറഞ്ഞോണ്ട് വാക്കത്തി എടുത്തോണ്ട് പോയി ആ നിഴലിനിട്ട് വെട്ടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയാൽ പെരിച്ചാഴി കണക്ക് മണ്ണുമായിട്ട് വന്നേക്കണം. അവള് പറഞ്ഞു ഞാൻ ഈഗോ എന്ന്. ഈ റേച്ചേണിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഗൾഫിൽ അറബ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതെന്തിനാണ് നിന്നെ ഗൾഫിൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ചേച്ചി, ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റിന് ഗൾഫിൽ ചെന്ന് അപ്പൊ അറബി എങ്ങനെങ്കിലും കയ്യിലെടുക്കണമല്ലോ. ഞാൻ നോക്കിയപ്പോ കുറെ ഒട്ടകങ്ങൾ ഇങ്ങനെ നിക്കണ്. കുറച്ച് കൊട്ടൻ ചുക്കായി തൈലം എടുത്ത് കയ്യിലോട്ട് തെച്ചിട്ട് ഈ ഒട്ടകത്തിന്റെ മുഴയില്ലേ, ആ മുഴ തടവി അങ്ങ് നിരപ്പാക്കി അങ്ങ് വിട്ടു.
ഇപ്പൊ ഈ ഒട്ടകങ്ങൾക്ക് മറ്റൊട്ടങ്ങളോട് കൂടെ പോകാൻ അപകർഷബോധം. എന്തിന്? അവർക്ക് മുഴയുണ്ടല്ലോ, ഇവർക്ക് മുഴയില്ലല്ലോ. അങ്ങനെ കുറെ കഥയുണ്ട് ചേച്ചി. നമുക്ക് ഇവിടെ അങ്ങനെ ഇരുന്ന് കുറെ കഥ പറയാം. ചേച്ചി ഒന്നും കൂടി മാറുന്നുണ്ടോ? ഈ അണ്ണ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അണ്ണ നമുക്ക് പണി നോക്കണ്ടേ? പണി നോക്കാം. ചേച്ചി ഞാൻ കുടുംബക്കാരെടുത്ത് അങ്ങ് പോക്കോ. താണ്ടെ അച്ഛനില്ലാതെ വളർത്തിയ എന്റെ കൊച്ചിന്റെ കല്യാണം നിങ്ങളെ പ്രതീക്ഷിച്ചാ കേട്ടോ. ചേച്ചി എല്ലാം ഞങ്ങൾ റെഡി ആയിക്കോളൂ. ചേച്ചി അങ്ങ് പോ. കുടുംബക്കാരൊക്കെ വന്നോ എന്തോ? എങ്ങോട്ട് പോണ്? അച്ഛനില്ല എന്ന് പറഞ്ഞ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം പാചകം. അപ്പൊ പാചകം തുടങ്ങാം. പോയി അരിയടി അങ്ങോട്ട്. അങ്ങോട്ടായി ചാത്തി അവിടെ കൊണ്ടുവച്ചല്ലോ. ഇത് കഴിഞ്ഞ് വെച്ചേക്കല്ലേ. ആ മുരിങ്ങയ്ക്ക് എടുത്ത് അവിയലിട്. മുരിങ്ങയ്ക്ക് അവിയലിടോ? പിന്നെ കുട്ടിക്കൂറ പൗഡർ ആണോ അതിന്റെ അകത്ത്? മുരിങ്ങയ്ക്ക് ആയിക്കോട്ടെ. അല്ല ഈ മുരിങ്ങയ്ക്കും കക്കരിയും കൂടെ അവിയലിടാൻ പറ്റുമോ? ഇല്ല, രണ്ടുപേരും അതിർത്തി തർക്കമായിട്ട് പിണങ്ങി നിൽക്കുവാണെന്നല്ലോ. നീ പിണക്കം മാറ്റിട്ട് കൊണ്ടിട്ടാ മതി. ആ പണഞ്ഞപ്പോ താണ്ട് അത് കൊഴറി അങ്ങോട്ട്. ഇനി അവിയലിന്റെ അകത്ത് കുറച്ച് ഏലക്ക പൊടിച്ചിട്. എന്തോന്ന്? കുരുമുളക് പൊടിച്ചിട്. എന്ത്? കുറച്ച് പഞ്ചാരെങ്കിലും ഇറി. എന്റെ മനസ്സിൽ സത്യം പറഞ്ഞ രചന, നിനക്ക് സദ്യ ഉണ്ടാക്കാൻ അറിയോ? വെള്ളം തിളപ്പിക്കട്ടെ പോയി. രചന ആ ചോറ്റാനിക്കൽ അമ്മേനെ പിടിച്ച് സത്യം നിനക്ക് സദ്യ ഉണ്ടാക്കാൻ അറിയോ? ചോറ്റാനിക്കര അമ്മയാണ് സത്യം. ഒരു വാഴല കീറാതെ പോലും തുടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലേ. പരമദുഷ്ട. നീ എന്നോട് പറഞ്ഞത് ഏതോ ഹോട്ടൽ മേലെ വെച്ച് പഠിച്ചു വന്നൊക്കെ? പഠിച്ചെന്നൊക്കെ ഉള്ളത് കറക്റ്റ്. അവിടെ എന്നെ പാത്രം കഴുകാനും മേശ തുടക്കാനും മാത്രമേ പഠിപ്പിച്ചോളൂ. വേറെ ഒന്നും അറിഞ്ഞൂടാ. നീ എന്തിനാ കെട്ടി പോകുന്നത്? സത്യം പറയാനല്ല, 3 ദിവസം വീട്ടിൽ പട്ടിണിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വെച്ച കട്ട് ചെയ്താണ് ഞങ്ങൾ കറി വെച്ചോണ്ടിരുന്നത്. അപ്പോഴാണ് നീ 5000 രൂപ അഡ്വാൻസ് തന്ന. അങ്ങനെ കയറി വന്നതാ. ഞാൻ എങ്ങനെയും 5000 രൂപ കൊണ്ട് തരാം. അവിടെ ഇവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, ഇവിടുന്ന് പുറത്തിറങ്ങി ജീവിക്കുകയാണെങ്കിലും ഒരുമിച്ച്. യോ, ഈ പൃഥ്വിരാജിന്റെ അടുത്ത് ഞാൻ എന്തോ പറഞ്ഞ് മനസ്സിലാക്കുവോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കല്യാണം അങ്ങ് മുടക്കാം. കല്യാണം മുടക്കാനോ? ആ മുടങ്ങി കഴിഞ്ഞ പിന്നെ 1000 പേർക്ക് സദ്യ കൊടുക്കണ്ടല്ലോ. അതോ കല്യാണ പയ്യനെ വിളിച്ച് ഞാൻ പറയട്ടെ, ഇവിടുത്തെ പെണ്ണിന്റെ അമ്മയും ഞാനും ചെറിയൊരു സെറ്റപ്പ് ആണ്. അതിന്റെ ഉള്ളിൽ കൂടെ അല്ല അങ്ങനെ പറയാ. ഇടി ഞാൻ പറയണം, നിനക്ക് ജീവനാണോ വലുത് 1000 പേർ സദ്യയാണോ വലുത്? എനിക്ക് എന്റെ ജീവനാ വലുത്. ആണോ? അപ്പൊ നമ്മൾ കല്യാണം മുടക്കുന്നു. ആടി പോണി. ബിന്ദു, ദാണ്ട ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തരാൻ അലുവയും കൊണ്ട് വന്നയാണ്. ഞാൻ കൊടുത്തോളെ ചേച്ചി, ഇങ്ങനെ വെക്കി. ഒന്നാ കൊടുക്ക്. പാവം ചേച്ചി അലുവൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ ചതിക്കാൻ തോന്നും നമുക്ക് ആ മുഖത്ത് നോക്കിട്ട്. നീ കോഴിക്കോട് ഇറങ്ങിന്ന് അറിഞ്ഞാൽ തന്നെ പയ്യന്മാര് നിനക്ക് അലുവ തരും. നീ പിന്നെ എന്തിനടി ചേച്ചിയുടെ അലുവ കണ്ടപ്പോ ഇതൊക്കെ മറക്കുന്ന കൊതിച്ചി. ഇനിയിപ്പോ എന്താ ചെയ്യും? മുടക്കുന്നു, നമ്മൾ കല്യാണം മുടക്കുന്നു, അത്ര തന്നെ. അത് ചെയ്യാം. ആരായി കറി വെച്ചേ? ആരായി കറി വെച്ചേനാ? നിങ്ങൾ രണ്ടി ആരെങ്കിലും ഒന്ന് തീരുമാനിക്കുക ആരാ വെച്ചെന്നുള്ളത്. ഞാനാ? എന്തുവാ ചേച്ചി? സ്പെഷ്യൽ മുയൽ കറിയൊക്കെ വെച്ചല്ലേ? മുയല് കറിയാ? പിന്നെ കൊച്ചിന്റെ ടെഡി ബിയർ എടുത്ത അതിന്റെ അകത്ത് ഇട്ടല്ലേടി? ചെറിയൊരു അബദ്ധം. തുറക്കല്. എന്തേ? മുയല് കറി, ആമക്കറി, ഞണ്ട് കറി, കുറെ സ്പെഷ്യൽ ഉണ്ട്. നാളെ ചേച്ചി അറിയും നമ്മുടെ തനിക്കോണം. അല്ല, ഞങ്ങളെ കൈപുണ്യം. പുണ്യം. നിങ്ങളെ കുടുംബ പാരമ്പര്യമായിട്ട് പാചകക്കാരല്ലേ? പിന്നല്ല. എന്തോ പണയും എന്തേലും പറഞ്ഞ് തള്ളി കേട്ട്. ആ, എന്റെ അപ്പൂപ്പൻ കോവാലൻ, പുള്ളിക്ക് ഒരു തട്ടുകട ഉണ്ടായിരുന്നു. കോവാലിന്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കടലക്കറിയാ. അയ്യോ, നാട്ടുകാർ കോവാലിന്റെ കടല എന്ന് പറഞ്ഞാൽ ചാകും. ഒരു ദിവസം അപ്പൂപ്പ ഇങ്ങനെ കടലക്കറി ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുവോ, അപ്പൊ ടപ്പൂ ടപ്പൂന്ന് ഭയങ്കര സൗണ്ട്. അതെന്തൊരു സൗണ്ട്? അത് മനുഷ്യനല്ലേ, ചില പ്രയാസമുള്ള ജോലികൾ ചെയ്യുമ്പോ ചിലപ്പോ സൗണ്ടുകളൊക്കെ ഉണ്ടാകും. അതല്ല, മേലെ ടപ്പ് ടപ്പ്. എന്തുവാ? അപ്പൂപ്പന്റെ കടലക്കറിയുടെ മണം അറിഞ്ഞിട്ടേ ഒരു ഹെലികോപ്റ്റർ സായിപ്പ് വന്ന് നിക്കുവാ. താഴോട്ട് നോക്കി വിളിക്കുവാ, ഇടേ കോവാല, നിന്റെ കടലക്കറിക്ക് എന്തൊരു മണോടെ എനിക്ക് തരുവോന്ന്. എന്നിട്ട് കൊടുത്തായിരിക്കും. അപ്പൂപ്പൻ കയറി കെട്ടി അങ്ങ് കൊടുത്തില്ലേ. ഇത് ഭയങ്കര കുരുവായടേ. അതെന്താ? പിറ്റേ ദിവസം നോക്കിയപ്പോ ഒരു 16 ഹെലികോപ്റ്റർ ആകാശത്ത് വന്ന് നിൽക്കുക. 16 നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹെലികോപ്റ്റർ സായിപ്പ് പോയെന്ന്. അവൻ വേൾഡി മൊത്തം പോയി പറഞ്ഞെന്ന് കോവാലന്റെ കടലയെ കുറിച്ച്. അങ്ങനെ വന്നു നിന്നല്ലേ. അപ്പൊ അപ്പൂപ്പൻ നോക്കിയപ്പോ ഇവിടെ ഇറക്കാൻ ഹെലിപ്പാടൊന്നുമില്ല. ഒരു വാക്കത്തി മൺവെട്ടി എടുത്തോണ്ട് പോയി എല്ലാം വൃത്തിയാക്കി അങ്ങനെ ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കി. അതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. അപ്പൊ നിന്റെ അപ്പൂപ്പന്റെ കടയോ? പിന്നെ അത്രയും വലിയ എയർപോർട്ട് വരുമ്പോ അയാളെ മാട്ട കട വെച്ചോല്ലോ, അതെടുത്ത് അങ്ങ് കളഞ്ഞെന്ന്. എങ്ങനെയുണ്ട് കഥ? നല്ല ബോറായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും പോണെങ്കിൽ നിന്റെ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാം. എന്റെ അടുത്തല്ല, തന്റെ അടുത്ത് 3-4 ഫോൺ എടുത്ത് വിളി അങ്ങോട്ട്. ഈ 3 ഫോണും റീചാർജ് ഇല്ലാത്തതുകൊണ്ടാ. എങ്ങനെയെങ്കിലും ഒന്ന് റീചാർജ് എങ്കിലും ചെയ്താ. എനിക്ക് എങ്ങനെ? ഞാൻ റീചാർജ് നടത്തുകയാണോ? ചേച്ചി ഒരു 300 രൂപയ്ക്ക് ഒന്ന് റീചാർജ് ചെയ്തോ. അതിനെന്താ? താങ്ക് യു. അതെ, എനിക്കൊരു കാര്യം അറിയോ? ചേച്ചി നല്ല സന്തോഷത്തിലാണല്ലോ. എന്ത് പറ്റി?
ഞാൻ പാരസെറ്റമോൾ ഗുളിക അങ്ങ് പറ്റിച്ച്. പാരസെറ്റമോൾ ഗുളിക പറ്റിക്കാനോ? ആടി, എനിക്ക് പനിയുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ വെറുതെ ഒരെണ്ണം എടുത്തങ്ങ് കഴിച്ച്. ഇപ്പൊ അതെന്റെ ശരീരത്തിൽ കിടന്ന് എവിടാ പനിയെന്ന് തപ്പിക്കൊണ്ടിരിക്കുവാ. എനിക്ക് വയ്യ. ഈശ്വര, ഇതിന്റെ മോളെ നാളെ വേഗം കെട്ടിച്ച് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അല്ല അതിന് കൂടി പകരും. ചേച്ചി, അച്ഛനില്ലാത്ത എന്റെ പൊന്നെ, എവര് വാ തുറന്ന ഇതേ ഉള്ളൂ നിങ്ങൾക്ക് പറയാം. ഞാൻ ഫോൺ തരാൻ വേണ്ടി വന്നയാ. ഇതായിരുന്നോ? എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്തേ? 300 രൂപയ്ക്ക്. ബിന്ദു, എന്റെ 1.5 ലക്ഷം രൂപ കാണുന്നില്ലടി. 1.5 ലക്ഷം രൂപയോ? അയ്യോ, ഇതാരാ സുഖിയിൽ 1000 പേർക്ക് 1.5 ലക്ഷത്തിന് രൂപ ഫുഡ് ഓർഡർ ചെയ്തേ? ഞാനാ ഓർഡർ ചെയ്തേ. എടി, റെജിക്ക് ലക്ഷ്യമാണ് പ്രധാനം. മാർഗം ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എന്ത് നാറിയ പരിപാടി ഞാൻ കാണിക്കും. ചേച്ചി, സത്യം പറയല്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാചകം അറിഞ്ഞൂടാ. അച്ഛനില്ലാത്ത എന്റെ പണ്ടാരം അടക്കം നിങ്ങൾക്ക് ഒരു അച്ഛനെ ഞാൻ എവിടെന്നെങ്കിലും കൊണ്ടുതരാം. അങ്ങനെ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരാം.